ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പം വിചാരിച്ചു എൻ്റെ വീട്ടിലത്തെ ഒരു ദിവസം വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാനും മോളും. കാരണം ഇന്നലെ ഇവിടെ ഭയങ്കര ചൂടാട്ടോ. അപ്പോൾ എ സി ഉണ്ട്, പക്ഷേ എ സി ചെറിയ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ അത് നേരാക്കാൻ വേണ്ടി ആളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കും തിരക്കാണ്. അപ്പോൾ ഈ ചൂടായതുകൊണ്ട് തന്നെ എല്ലായിടത്തും എ സി വെക്കലും കേടാവലും നേരാക്കലൊക്കെ ആയതുകൊണ്ട് ഓർക്കും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒരു വന്നിട്ടില്ല. ഇന്നെന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. അപ്പോൾ ഉറക്കവും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര പല്ലുവേദന. എനിക്ക് പൊതുവെ പല്ലുവേദന ഉണ്ടാവലില്ല, എന്താ അറിയില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പല്ലുവേദന, ഈ ഒരു സൈഡിൽ ഭയങ്കര വേദന, അൺസൈക്കബിളാണ്. അത് രാത്രി തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോളും എണീക്കാൻ വേണ്ടി നേരം വൈകി. അങ്ങനെ അപ്പോൾ അതാ എണീറ്റ് ഫ്രഷ് ആയിട്ട് മോളവിടെ ചായ കുടിക്കുന്നുണ്ട് ഉമ്മാൻ്റെ അടുത്ത്. ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ഇൻട്രോ എടുത്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ അൽക്കുലത്തെ സാധനങ്ങൾ ഉണ്ടാവും. ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒന്നും നേരാക്കി വെച്ചിട്ടില്ല, ഒക്കെ അതേപടി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് പൊതുവേ എനിക്കുള്ളൊരു ശീലമാണ്. അങ്ങനെ വെക്കും സാധനങ്ങളൊക്കെ, അങ്ങനെ വെക്കെടുത്തേക്ക്. അത് പിന്നെ പോണ വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകും. നമ്മൾ അവിടെ എണീച്ചപ്പോൾ നമ്മൾ നേരത്തെ നൂൽപുട്ടൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നൂൽപുട്ടും കടലക്കറി. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവും, കാരണം എൻ്റെ അമ്മയും എൻ്റെ മകളും കൂടിക്കഴിഞ്ഞാൽ ക്യാബ് വെച്ചിട്ടേക്കാരം. പിന്നെ ചായ കുടിക്കട്ടെ ഗൈസ്, അതന്നെ ഞാൻ കഴിക്കുള്ളൂ. ഇങ്ങനത്തെ കടലക്കറിയുടെ ഫാനല്ല ഞാൻ തേങ്ങ അരച്ച കറിയുടെ ഫാനാണ്. എപ്പോഴും അല്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ. കടല മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് വരാം. മോൾക്ക് ഫുഡ് ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ അവളെ കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡ്രസ്സ് ഇടാതൊക്കെ എടുത്തതിന് യൂട്യൂബിൽ നിന്ന് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഞാൻ മോൾക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. നവരരിയാണ് ഇന്ന് കൊടുക്കുന്നത്. ഞാൻ അധികം ഇപ്പോൾ നവരരിയാണ് രാവിലെ കൊടുക്കാറ്. കാരണം ഇപ്പോൾ കോറ, അതായത് റാഗി ഒന്നും ഇപ്പോൾ കൊടുക്കലില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചൂടല്ലേ, അപ്പോൾ പാല് കൂട്ടി കൊടുക്കുമ്പോൾക്ക് കഫക്കെട്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതങ്ങനെ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഉള്ളു കൊടുക്കല്. അപ്പോൾ അധികം നവരരെ കൊടുക്കല്. അവൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവളങ്ങനെ കുറച്ചൊക്കെ കഴിക്കലുണ്ട്. എൻ്റെ പൊന്നു ഗൈസ്, ഭയങ്കര ചൂടാണ്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണെന്നും അറിയില്ല, എന്തോ ചൂടാണ് ഇവിടെ. ഇമ്മ പറയാം അണക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ചൂട്, ഞങ്ങൾക്ക് ഇത്ര ചൂടില്ലായിരുന്നു. എനിക്കും അറിയില്ല. അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഫ്രണ്ടിൽ മരങ്ങളൊന്നുമില്ല, പക്ഷെ അവിടെ പകലൊക്കെ ഭയങ്കര സുഖമാണ് കിടക്കാൻ. റൂമിലാണെന്നുണ്ടെങ്കിലൊക്കെ കിടക്കാൻ ഭയങ്കര സുഖമാണ്. ഞാനിപ്പോൾ ഫാൻ ഇട്ട് കാട്ടോ, ഫാൻ ഓഫാക്കിയിട്ട് പറ്റണില്ല. ഞാൻ അതിൻ്റെ ഒരു ഇതുണ്ടാവും കേൾക്കാൻ വേണ്ടിയിട്ട്. ഷാളൊക്കെ ഇങ്ങനെ കെട്ടിക്കാണിട്ട് ആരും ഒന്നും കരുതരുതേ. ഷാൾ തന്നെ ഇടാൻ തോന്നല്ല, പിന്നെ വീഡിയോ എടുക്കല്ലേ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അങ്ങനെ ചൂടില്ല. പകലും ഉച്ചക്കാണെന്നുണ്ടെങ്കിലും റൂമിൽ കിടക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. കാരണം എന്താണെന്നറിയില്ല, പക്ഷെ രാത്രിയായി, അതായത് ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ചൂട് തന്നെ കേട്ടോ. കാരണം ചൂടിറങ്ങിയിട്ട് വീടൊക്കെ ആകെ അങ്ങോട്ട് പതച്ചിട്ടുണ്ടാവും, ഭയങ്കര ചൂടാക്കാൻ. ഇവിടെ നേരം വെളുത്ത് കഴിഞ്ഞാൽ തുടങ്ങിയ ചൂട് ഒരു അവസാനമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫാനൊക്കെ സ്പീഡ് കമ്മിയാവുമായിരിക്കും, വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ മോൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തിക്കാട്ടോ നൈസിൽ. അപ്പോൾ അവളെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാതെ. അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ കറക്റ്റിനൊക്കെ ചെയ്യും. ഇവിടെ വന്നാൽ ഭയങ്കര മഴയാണ്. അവിടുന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യണം, അവിടുന്ന് ചെയ്യണമായി തന്നെ ഇവിടുന്ന് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഒക്കെ വെറുതെയാണ്, ഒന്നും ചെയ്യൂല, ഒക്കെ അതേപോലെ അങ്ങനെ ഇടും. അപ്പോൾ കുറച്ചോളം ഡ്രസ്സുകൾ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെക്കട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഐറ്റംസും കൊണ്ടാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഉമ്മ അവിടെ അരി വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂറെങ്കിലും മുമ്പ് പാത്രം പൊട്ടും. അപ്പം പിന്നെ വെള്ളത്തിലൊക്കെ അവിടെ തന്നെ പൊട്ടി.
ഉപ്പ വന്നപ്പോൾ കറുകത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് പപ്പായ. അപ്പോൾ വല്ലാണ്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഞങ്ങൾ അങ്ങനെ ഇരുന്ന് കഴിച്ചു. അവിടെ മന്തി വെക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ചതഞ്ഞിട്ട് കേടാൻ നിൽക്കണോ? എന്നാലിത് മസാല പെരട്ടാം. റെസിപ്പി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മന്തി ഉണ്ടാക്കണേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ റെസിപ്പിയും കൂടി ഇതിൽ കാണിച്ചു തരേ. അപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കണ മന്തിയുടെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അത് യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു താത്താൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൽ ക്യാപ്സിക്കനും മല്ലിച്ചപ്പും കൂടി ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ക്യാപ്സിക്കൻ ചെറിയൊരു പീസ് കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഉപ്പാൻ്റെ വിചാരം ഇവിടെ വീട്ടിലെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വേറെ കൊണ്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ പച്ച മല്ലി ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കണം കേട്ടോ, കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പൊതുവേ നമ്മളെ മന്തിയിൽ അധികം കുരുമുളകും മല്ലി എല്ലാം ഇട്ട് എപ്പോഴും കഴിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇവിടെ ഉണ്ടായിരുന്നു, അത് വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലി പിന്നെ നമ്മളെ മന്തിയുടെ മസാല ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്. അപ്പം ഉള്ളതുകൊണ്ട് ഞാൻ കൊടുക്കുന്നതന്നെ കേട്ടോ. ആ താത്താൻ്റെ റെസിപ്പീൻ്റെ വീഡിയോയിൽ ഈ മന്തി മസാലയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിവിടെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ കുറച്ചൊരു ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമ്മളെ മാഗി ക്യൂബില്ല, അത് വേണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉപ്പിനനുസരിച്ചിട്ട് എത്ര വേണ്ടിച്ച് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ 2 ഉണ്ടായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മാഗി ക്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ നമ്മളെ ഉപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ചതച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടോ ഇട്ട് ചേർക്കണം കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി വേണം, എനിക്ക് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളറില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി ചില്ലിയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഒരു കളറില്ലെങ്കിൽ ഒരു ഗുമ്മില്ലല്ലോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിൻ്റെ പൊടി അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കളറുണ്ട്, വീട്ടിൽ കളറുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണേക്കാരം ബെസ്റ്റ്. ഇതൊന്നും ഫ്ലേവറിനെ ബാധിക്കണ കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിക്കേണ്ടത്. അത്യാവശ്യം നല്ലോണം സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം, കാരണം ഇത് മുരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ ആക്കാരം ബെസ്റ്റ്. വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചോയ കിട്ടും വെളിച്ചെണ്ണയുടെ. സൺഫ്ലവർ ഓയിൽ ആണ് ഇതിന് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാൻ കേട്ടോ. കണ്ടില്ലേ, കളറില്ലാത്തതുകൊണ്ട് അത് വേറെ അറിയണ്ട, അതിൻ്റെ ഒരു കളറ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ പോലെ കേട്ടോ. ഞാൻ കളറ് നല്ലതൊന്നല്ല ഇടുന്നത്, പക്ഷെ എന്നാലും ആ ഒരു കളറ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ പോലെ. ഞാൻ പിന്നെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് കുറവായിട്ട് ഞാൻ പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓയിലിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒരു മിനിമം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണേ, കാരണം നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് മസാല പുരട്ടി വെക്കുന്നത്. ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കടയിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും കിട്ടൂല, പക്ഷെ എന്നാലും അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും ഞാൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഉമ്മ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ കേട്ടോ. കുറേ ആയിട്ട് ഈ ഒരു റെസിപ്പി തന്നെയാണ് ഉണ്ടാക്കാൻ നോക്കാറ്. ഇനി വേറെ ഒന്ന് മാറ്റി പിടിക്കണമെന്നുണ്ട്, അങ്ങനെ ട്രൈ ചെയ്യണമല്ലോ, വേറെ ടൈപ്പ് ട്രൈ ചെയ്യണമല്ലോ. ഞാൻ കണ്ടില്ല പിന്നെയും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇതാക്കി വെക്കണം. പിന്നെ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ വെള്ളമൊക്കെ ഇതായിട്ടൊന്ന് സെറ്റായിട്ട് വരും. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ മാംഗോ ഒക്കെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മധുരം ഇടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മധുരമൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നെയ്സ് ഞാൻ ഇവിടെ നെയ്സിൽ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. പൊതുവേ രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ വേഗം ഉറങ്ങണതാണ്. ഇന്ന് കുറേ കളിയിൽ അങ്ങനെ പെട്ടിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇപ്പോഴാണ് ഉറങ്ങിയത്. മോളുടെ കുറച്ച് തുണികളില്ലേ, യൂസ് ചെയ്യാത്ത കുറച്ച് തുണികൾ ഈ കൊട്ടയിൽ, ഇതോളെ ഡ്രസ്സൊക്കെ വെക്കണ കൊട്ട കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ചധികം തുണികൾ ഇങ്ങനെ ഓൾ യൂസ് ചെയ്യില്ല, പക്ഷെ അങ്ങനെ
അതിലിങ്ങനെ വെക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് നേരാക്കാമെന്ന് കരുതി. പിന്നെ അതുപോലെ എൻ്റെ അലമാരയിലും കുറേ വേണ്ടാത്ത കുറേ തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീനാക്കി സെറ്റപ്പ് ആക്കി എടുക്കണം. അപ്പോൾ മോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി അവൾ എണീക്കുമ്പോഴത്തേന് ഈ പരിപാടിയൊക്കെ ഒന്ന് വേഗം തീർക്കട്ടെ. അമ്മ അവിടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലരിട്ടു കുരുമുളകും മല്ലിയും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഈ ഒരു നാരങ്ങ ഉണ്ടല്ലോ, ഉണക്ക നാരങ്ങ, അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ അതിലിട്ടിട്ട്. പിന്നെ ഗ്രാമ്പു, ഏലക്കായ അങ്ങനത്തെ ഐറ്റംസും അത് സ്പൈസസ് ഉണ്ടല്ലോ അതും ഇട്ടിട്ട് വെള്ളം തിളച്ചിട്ട് അരി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് വേകും, കാരണം കുറച്ച് നേരം അധികം നേരം നമ്മൾ വെള്ളത്തിൽ അരി ഇട്ട് വെക്കണതല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. ഞണ്ട് തിളച്ചാൽ വല്ലാതെ വേറാതെ തന്നെ നമ്മൾ ഊറ്റുന്നതായിരിക്കും നല്ലത്. എൻ്റെ റൂം ഞാനൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അലമാരൊക്കെ റെഡിയാക്കിയത് തുടച്ചത്, ബാക്കി തുടക്കാണ് ഇവിടെ തുടക്കണം. എങ്ങനെയുണ്ട്? ഇടയ്ക്ക് മാത്രം ചില ടൈമിൽ മാത്രം തോന്നുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നണം, എനിക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്കേ നോക്കൂല, അങ്ങനത്തെ കാര്യങ്ങൾക്കേ നോക്കൂല. ഫുഡൊക്കെ ആയിട്ടോ. പിന്നെ കണ്ട മയോണൈസാന്ന് തോന്നുമെങ്കിലും തൈരാണ് കേട്ടോ. പിന്നെ ഉള്ളിയും മറ്റേ എന്താപ്പം അതിന് പറയാം, എന്തോ ഒന്ന് പറയാം അതിന്. ഉള്ളി മുളക് പൊടിയും പുളിങ്ങിയും സുർക്കയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കും. അതാണിത്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മയോണൈസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ കഴിക്കൂല ഇവിടെ ആരും. ഞാൻ മാത്രമേ കഴിക്കുള്ളൂ മയോണൈസ്, അതുകൊണ്ട് തന്നെ മയോണൈസ് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് വരാം. നമ്മൾ എ സി ഒക്കെ നേരാക്കിട്ടോ. ഒരു ഇതപ്പം വന്നവർ പോയിട്ടുള്ളൂ. എ സി ഒക്കെ റെഡിയാക്കി. കറണ്ട് എന്താ മിന്നുണ്ടോ? അപ്പം ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഫുഡ് കൊടുക്കട്ടെ അവൾക്ക്. അപ്പോൾ മുട്ട പൊരിക്കാൻ വേണ്ടി അവിടെ വെച്ചിരിക്കുന്നു. മോൾക്കിവിടെ മുട്ട പൊരിക്കുന്നുണ്ട്. അതിന് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് കാട പുഴുങ്ങുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാവരും ഒന്ന് പുഴുങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. ചോറ് എങ്ങനെ ഉടച്ച് കൊടുക്കൂല, അങ്ങനെ കൊടുത്തതിന് അവൾ കഴിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചുടുവെള്ളം പാർന്നിട്ടൊന്ന് അടിച്ചെടുക്കും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഇടലുണ്ട്. വെളിച്ചെണ്ണ അവൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ അധികവും നെയ്യാട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ ഇവിടെ മുട്ട പൊരിച്ച് കഴിക്കണം. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വരാം. മോളെ ഞാൻ ഐസിൽ ഉറക്കിട്ടോ. നേരത്തെ ഉറങ്ങിയിരിക്കണം, ഉച്ചക്കൊന്നും ഉറങ്ങാനിട്ട് ചൂടെടുത്തിട്ടേ. അപ്പോൾ ഞാൻ ഓളെ പെട്ടെന്ന് എന്തായാലും ഫുഡൊക്കെ കൊടുത്തൊന്ന് മേലൊക്കെ കഴുകിപ്പിച്ചിട്ട് അങ്ങനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാധനം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, പക്ഷെ ഇത് തൊളിച്ചെടുക്കാനുള്ള പെടാപ്പാടാണ് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. വയനാട് ചുരത്തിൻ്റെ അവിടെ നിന്ന് കിട്ടും മറ്റേ റോസ്റ്റ് ആക്കിയിട്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ എവിടെ നിന്ന് മേടിച്ചാലും കിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയാൽ പോലും കിട്ടലില്ല, ഞാൻ ഉണ്ടാക്കിയാൽ കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതെന്താ കാണിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ഫുഡ് തന്നെയായിരുന്നു രാത്രി. അപ്പോൾ പിന്നെ ഞാൻ എന്താ പ്രത്യേകിച്ച് കാണിക്കണം വിചാരിച്ചിട്ട് കാണിക്കാമെന്ന്. അതിൻ്റെ ഇടയിൽ മോൾക്ക് ഫുഡ് കൊടുക്കലും ഓളെ മേല് കഴുകലും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ മേലൊക്കെ കഴുകി കിടക്കാൻ പോവുകയാണ്. അപ്പോൾ മാക്സിമം ഞാൻ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതേപോലെ നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാനൊക്കെ മാക്സിമം നോക്കിയിട്ടുണ്ട്. എത്രത്തോളം പറ്റിയിട്ടുണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.